പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സർവശക്തനായ റബ്ബിൻ്റെ കരുണാകടാക്ഷം നമ്മിലേവരിൽ സദാ വർഷിക്കുമാറാവട്ടെ. ബർക്കത്ത് നേടാനുള്ള വഴികൾ എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. എന്താണ് ബർക്കത്ത് നേടുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അള്ളാഹു ഒരു കാര്യത്തിൽ സ്ഥിരമായ നന്മയും ഗുണവും വളർച്ചയും പ്രയോജനവും നൽകുമ്പോഴാണ് അതിൽ ബർക്കത്തുണ്ടാവുക എന്ന് പറയുന്നത്. അളവിൽ കുറവായാലും ബർക്കത്തുണ്ടെങ്കിൽ അത് വലിയ അനുഗ്രഹമായിരിക്കും. അള്ളാഹുവിൽ വിശ്വസിക്കുകയും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നവർക്ക് അള്ളാഹുവിൻ്റെ ബർക്കത്ത് ലഭിക്കുമെന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഅറാഫിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഗ്രാമത്തിലെ ജനങ്ങൾ വിശ്വസിക്കുകയും എന്നെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഞാൻ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും ബർക്കത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കുമായിരുന്നു എന്ന്. പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ളത്, അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നുള്ളത് ബർക്കത്ത് നേടാനുള്ളൊരു കാരണം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഖുർആനുമായി ബന്ധം സ്ഥാപിക്കുക എന്നുള്ളത്. ഖുർആൻ നന്നായി പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോഴുണ്ടല്ലോ നമുക്ക് ലഭിക്കുന്നത് അള്ളാഹുവിൻ്റെ ബർക്കത്താണ്. നാമാണ് ഈ ഗ്രന്ഥം നിങ്ങൾക്ക് അനുഗ്രഹപൂർണമായിട്ട് അവതരിപ്പിച്ചത് എന്ന് സൂറത്ത് സ്വാദിലും സൂറത്ത് അൻആമിലൂടെയും അള്ളാഹു പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പാപമോചനം തേടുക എന്നുള്ളത്. നൂഹ് നബി അലൈഹിസ്സലാം തൻ്റെ ജനതയോട് ഇതേ സംബന്ധിച്ച് സൂറത്ത് നൂഹിലെ 10 മുതൽ 12 വരെ ആയത്തുകളിലൂടെ പറയുന്നതായിട്ട് നമുക്ക് കാണാം. നിങ്ങൾ രക്ഷിതാവിനോട് പാപമോചനം തേടുക. അവനേറെ പൊറുക്കുന്നവനാണ്. അവൻ സമൃദ്ധമായി മഴ നിങ്ങൾക്ക് അയച്ചു തരും, സമ്പത്തും സന്താനങ്ങളും വർദ്ധിപ്പിക്കും എന്ന് നമുക്ക് കാണാവുന്നതാണ്. പ്രിയമുള്ളവരെ, കുടുംബബന്ധം ചേർക്കുക എന്നുള്ളതും ബർക്കത്ത് നേടുവാനുള്ള കാരണമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, നിങ്ങൾക്കാർക്കെങ്കിലും ഉപജീവനത്തിൽ വർധനവ് വേണമെങ്കിൽ, നിങ്ങളുടെ ആയുസ്സിൽ ബർക്കത്ത് ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കുടുംബബന്ധം ചേർത്തുകൊള്ളുക എന്ന്. ഇന്നതിനാർക്കും സമയമില്ലല്ലോ. ഇവിടെ അടുത്തൊരു ന്യൂസ് ഞാൻ വായിക്കാനിടയായി. വീട്ടുവളപ്പിൽ മരിച്ച നിലയിൽ എന്ന്. മീറ്റർ റീഡിങ്ങിന് വന്ന ആളാണ് അദ്ദേഹം വീട്ടിലില്ല എന്നുള്ള വിവരം അറിയുന്നത്. അങ്ങനെ കുടുംബക്കാരൊക്കെ അവിടെ തിരഞ്ഞു നോക്കിയപ്പോൾ വീട്ടുവളപ്പിൽ 1.5 മാസത്തോളമായി മരിച്ചു കിടക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. അവൻ്റെ അനുഗ്രഹത്തിൻ്റെ പാത്രമാകുവാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.